വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് സിറംസ് ഇവിടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ സിറംസിൽ ഞാൻ യൂസ് ചെയ്ത് ഭയങ്കരമായിട്ട് നല്ല റിസൾട്ട് കിട്ടിയതും നിങ്ങൾ യൂസ് ചെയ്യരുതേ എന്ന് പറയേണ്ട കുറച്ച് സിറംസും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഒരു യൂസേജും ഇല്ല, വെറുതെ കാശ് പിടിച്ച് കളയണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അങ്ങനത്തെ കുറച്ച് സിറംസ് ഉണ്ട്, ഭയങ്കരമായിട്ട് റിസൾട്ട് തരുന്ന കുറച്ച് സിറംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ സിറംസ് കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് കുറച്ച് സിറംസ് തോന്നിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സിറംസ് കാരണം തന്നെ കുറേ എൻ്റെ ഒരു പിഗ്മെൻറ്റേഷൻ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് റിസൾട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ സിറംസ് യൂസ് ചെയ്തിട്ട് തന്നെ. അങ്ങനത്തെ കുറച്ച് സിറംസ് ആണ് റീസെൻ്റ് ആയിട്ട് രണ്ട് സിറംസ് ആണ് യൂസ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മിനിമലിസ്റ്റിൻ്റെ റെറ്റിനോളിൻ്റെ സിറമാണ്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് 0.6 റെറ്റിനോൾ സിറാണ് കേട്ടോ. 0.6 ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ റെറ്റിനോൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഒരിക്കലും ഹൈ ആയിട്ടുള്ള ഇതിലുള്ള ക്വാണ്ടിറ്റി ഇതിലുള്ള പെർസെൻറ്റേജ് ഉള്ളത് വാങ്ങിക്കരുത്. ഞാൻ മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് 3%-ൻ്റെതും ഇപ്പോൾ യൂസ് ചെയ്യുന്നത് 0.6%-ൻ്റെതുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് റെറ്റിനോൾ ബാക്കി സിറംസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ചെറിയ ക്വാണ്ടിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വലിയ ക്വാണ്ടിറ്റിയിലേക്ക് ആക്കുക കേട്ടോ. അതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും പെട്ടെന്ന് ഓടിച്ചാടി കയറിയിട്ട് വലിയ ക്വാണ്ടിറ്റിയിലേക്ക് ആദ്യം യൂസ് ചെയ്യരുത്. ഫസ്റ്റ് തുടങ്ങുമ്പോഴത്തേക്ക് ചെറിയ ക്വാണ്ടിറ്റിയിൽ പിന്നെ വലിയ ക്വാണ്ടിറ്റിയിലാണ് പെർസെൻറ്റേജിൽ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്ക് റെറ്റിനോളിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ എനിക്കൊരു വലിയൊരു ലോങ് വീഡിയോ തന്നെ വേണ്ടി വരും. ഞാനിപ്പോൾ ഷോർട്ടാക്കി പറയാം, പെട്ടെന്ന് ഷോർട്ടാക്കി ഞാൻ പോട്ടെ. റെറ്റിനോൾ ഞാൻ ഒരുപാട് വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. റെറ്റിനോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 28+ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്താൽ മതി. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആൻറ്റി ഏജിങ് ഉണ്ടാകുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാകുന്ന വ്രിങ്കിൾസ് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. അടിപൊളിയാണ് റെറ്റിനോൾ എന്ന് പറയുമ്പോഴത്തേക്ക്. നിങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല എങ്കിൽ 28+ ഉള്ളവർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല എങ്കിൽ യൂസ് ചെയ്ത് തുടങ്ങിക്കോളൂ. റെറ്റിനോൾ വേറെ ഒന്നും യൂസ് ചെയ്തില്ലെങ്കിൽ ഇത് യൂസ് ചെയ്യും കേട്ടോ. മസ്റ്റായിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകൾ, ബാക്കി കുറേ പിഗ്മെൻറ്റേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് റെറ്റിനോൾ നന്നായിട്ട് യൂസ് ചെയ്യാം. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്കിൻ കളർ ഒന്ന് ചെറുതായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെറ്റിനോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കത് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. റെറ്റിനോൾ നമ്മുടെ സ്കിൻ കളർ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ആക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല ചേഞ്ച് നമുക്ക് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇത് യൂസ് ചെയ്യേണ്ടത് രാത്രിയിലാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, മിക്കവർക്കും അറിയായിരിക്കും റെറ്റിനോൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. രാത്രിയിലാണ് യൂസ് ചെയ്യേണ്ടത്. നമ്മളെ വെറ്റായിട്ടുള്ള സ്കിന്നിൽ യൂസ് ചെയ്ത് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. രാവിലെ എഴുന്നേറ്റ് കഴുകാതിന് ശേഷം സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അതാണ് റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് വെറ്റായിട്ടുള്ള സ്കിന്നിൽ യൂസ് ചെയ്യരുത്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ റെറ്റിനോൾ കുറിച്ചിട്ട് നമുക്ക് വേറെ വീഡിയോയിൽ ചെയ്യാം. അപ്പോഴത്തേക്കും ഞാൻ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര റിസൾട്ട് തരും കേട്ടോ. റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ കുറേ നാളായിട്ട് വർഷങ്ങളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. വീക്കിലി 2 times യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്ന കേട്ടോ പറഞ്ഞത്. അപ്പോൾ അടിപൊളി റിസൾട്ടാണ്. നമ്മുടെ സ്കിൻ കളർ കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ സിറം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര റിസൾട്ടാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വാങ്ങിക്കുമ്പോഴത്തേക്ക് ലോക്കൽ ബ്രാൻഡ്സിൻ്റെ ഒന്നും പോയി വാങ്ങിക്കരുത്. എനിക്കത് പ്രത്യേകം നിങ്ങളുടെ എടുത്ത് പറയാനുണ്ട് കേട്ടോ. അത് ഞാൻ പറയാം. കുറേ ലോക്കൽ ബ്രാൻഡ്സ് ഉണ്ട്, അത് ഇതെന്നും പറഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് ഞാൻ അടുത്ത് പറയാനുള്ളതാണെങ്കിൽ നമ്മുടെ മമ എർത്തിൻ്റെ സിറം കേട്ടോ. മമ എർത്തിൻ്റെ സിറമിൻ്റെ ഒരു വേസ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ 2-3-4 ടൈപ്പ് സിറംസ് യൂസ് ചെയ്തിട്ടുണ്ട് മമ എർത്തിൻ്റെ. ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് മമ എർത്ത് സ്കിൻ കറക്റ്റ് ഫേസ് സിറം എന്ന് പറഞ്ഞിട്ട് ഫോർ അക്നെ മാർക്സ് ആൻഡ് സ്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് വേസ്റ്റ് ആണെന്നാണ് തോന്നിയിട്ടുള്ളത്. വെറുതെ കാശ് പിടിച്ച് കളയാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. നമുക്ക് മമ എർത്ത് ഇറങ്ങിയ സമയത്തൊക്കെ ഭയങ്കര ഹൈപ്പായിരുന്നു. ഒരുപാട് സിറംസ് കാര്യങ്ങൾ ക്രീംസ് അങ്ങനെയൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു ലോക്കൽ ബ്രാൻഡ് പോലെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു മമ എർത്ത് വന്നപ്പോഴത്തേക്കും. അപ്പോൾ അതിൻ്റെ സിറംസ് വലിയ ഇതൊന്നും യൂസ് ചെയ്തൊന്നുമില്ല. നിങ്ങൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് എപ്പോഴും റേറ്റ് നോക്കരുത്. എന്താണ് അതിൻ്റെ നമുക്ക് അത് പറയുന്ന റിസൾട്ട് നമുക്ക് തരുന്നുണ്ടോ എന്ന് മാത്രം നോക്കട്ടെ. കുറച്ച് റേറ്റ് കൂടിയാലും നല്ല പ്രോഡക്റ്റ് നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ലോക്കൽ ബ്രാൻഡൊക്കെ ചുമ്മാ വാങ്ങി കാശ് ചെല്ലേണ്ട ആവശ്യമില്ല. അപ്പോഴത്തേക്ക് അങ്ങനെ അടുത്ത് യൂസ് ചെയ്യുന്ന സിറായിട്ട് ഇപ്പോൾ റീസെൻ്റായിട്ട് യൂസ് ചെയ്യുന്നത് മിനിമലിസ്റ്റിൻ്റെ തന്നെ ആൽഫ ആർബുറ്റിൻ പ്ലസ് ഹൈലറോണിക് ആസിഡ് അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ ഡാർക്ക് സ്പോട്ട് അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. നമ്മുടെ മുഖക്കുരു എന്ന പാടുകൾ അങ്ങനെയൊക്കെ. പിന്നെ പ്ലസ് ഹൈലറോണിക് സിറം കൂടി ഉള്ളതുകൊണ്ട് ഫേസ് നല്ലൊരു ഗ്ലോയും നമ്മളെ സ്കിൻ ഡ്രൈ ആവാണ്ട് സംരക്ഷിക്കും കേട്ടോ. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതും അറിയായിരിക്കും നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന്. സ്കിൻ വെറ്റായിട്ടുള്ള സ്കിന്നിൽ മാത്രം യൂസ് ചെയ്യുക, ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ യൂസ് ചെയ്യരുത് കേട്ടോ. ഹൈലറോണിക് ആസിഡ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് വെറ്റായിട്ടുള്ള സ്കിന്നിൽ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ആൽഫ ആർബുറ്റിൻ 0.2%-ൻ്റെതാണ് കേട്ടോ. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് 0.2 എന്ന് പറയുമ്പോഴത്തേക്ക്. അടുത്ത് വാങ്ങിക്കുമ്പോഴത്തേക്ക് കൂടിയ പെർസെൻറ്റേജ് വാങ്ങിക്കാം.
ഇനി അടുത്ത് എനിക്ക് പറയാനുള്ളതാണെങ്കിൽ എനിക്ക് ഒരു കളർ കുറേ ആയി കേട്ടോ. ഹൈലറോണിക് പ്ലസ് PGA മിനിമൽസിൻ്റെ തന്നെയാണ്. ഇതും നല്ലതാണ് കേട്ടോ, അടിപൊളിയാണ്. നമ്മുടെ സ്കിന്ന് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിങ്ങനെ നമ്മൾ ഹൈലറോണിക് സിറം യൂസ് ചെയ്തിട്ട് നമ്മളെ ഫേസ് അടുത്ത ദിവസമൊക്കെ നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഗ്ലോയും, നമ്മൾ എന്തൊക്കെയോ ഇട്ട് നമ്മൾ ഈ ഫേസ് പാക്ക് ഒക്കെ ഇട്ട് പിന്നെ നമ്മളെ ഫേസിന് ഒരു ഗ്ലോയും കാര്യങ്ങളൊക്കെ കിട്ടത്തില്ലേ, അതേപോലെ ഒരു ഗ്ലോയും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളെ ഫേസിന് കിട്ടും കേട്ടോ. ഈ ഒരു സിറം ഇടുമ്പോഴത്തേക്ക് ഈ വീക്കിലി 3 times ആണ് ഞാൻ യൂസ് ചെയ്യാറ്. ഹൈലറോണിക് സിറം എന്ന് പറയുമ്പോഴത്തേക്ക് അടിപൊളിയാണ്, നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യുക. ഡ്രൈ സ്കിന്നിന് ബെറ്റർ ആണ് കേട്ടോ. അവർക്ക് പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല, ഇത് മാത്രം യൂസ് ചെയ്താൽ മതി, നമ്മുടെ സ്കിന്നൊക്കെ അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ അത് അടിപൊളിയാണേ. എനിക്ക് കുറേ സിറംസ് ഉണ്ട്, കുറേ ബോട്ടിലൊക്കെ പോയി കേട്ടോ. അപ്പോൾ അടുത്ത് എനിക്ക് പണി കിട്ടിയ ഒരു സിറമാണ് കേട്ടോ. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ദ മോംസ്കോ എന്ന് പറയുമ്പോൾ എനിക്ക് കുറേ ഇത് വാങ്ങിച്ചപ്പോഴത്തേക്ക് ഫ്രീയോ അങ്ങനെ എന്തോ എന്തിൻ്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ. ദ നാച്ചുറൽ വിറ്റാറിച്ച് ഫേസ് സിറം എന്ന് പറഞ്ഞിട്ടുള്ളത്. അയ്യോ, ഈ ഫേസ് സിറം യൂസ് ചെയ്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇത് യൂസ് ചെയ്ത് എനിക്ക് ഒന്നും പറയാനില്ല കേട്ടോ. ഈ ഫുള്ള് കുരുവായിരുന്നു, ഫേസ് ഫുള്ള് കുരുക്കൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ പെട്ടുപോയിട്ടുള്ള അവസ്ഥയിലാണ് കേട്ടോ. ഇത് യൂസ് ചെയ്തിട്ടാണ് കുരു വന്നതെന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ്. ഇത് നിങ്ങൾ മിക്കവർക്കും പറ്റത്തില്ല എന്ന് തോന്നുന്നു. എനിക്കിത് ഒട്ടും കൊള്ളത്തില്ല കേട്ടോ. ഈ ഒരു ബ്രാൻഡ് നിങ്ങൾ വാങ്ങിക്കരുത്. ദ മോംസ്കോ പൊട്ട സാധനമാണ്. ഇത് ഫുള്ളും കുരുക്കൾ വരും, ഇത് നമ്മളെ മൊത്തത്തിലങ്ങ് തളർത്തിക്കളയും. അതുപോലെ തന്നെയാണ് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഗുഡ് വൈബ്സിൻ്റെ സിറം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് സിറം. ഇതിറങ്ങിയ സമയത്ത് ഫുൾ എന്തൊക്കെ സിറം ഉണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലാവാത്ത അവസ്ഥയിലായിരുന്നു കേട്ടോ. ഒരുപാട് സിറംസ് നമുക്ക് ഉണ്ടായിരുന്നു. പൊട്ട സാധനമായിട്ട് വെറുതെ കാശ് കളയാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല, ഒരു യൂസ് ചെയ്യാൻ തോന്നിയിട്ടില്ലാത്ത സിറാണ് കേട്ടോ നമ്മുടെ ഗുഡ് വൈബ്സിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക്. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഭയങ്കര ഹൈപ്പായിട്ടുള്ള ലോറിയലിൻ്റെ ഹൈലറോണിക് സിറം. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വെറുതെ ചുമ്മാ നിങ്ങൾ കാശ് പോകും കേട്ടോ. ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒന്നാമതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബോട്ടിൽ, ഇങ്ങനൊരു ബോട്ടിൽ കാണുമ്പോൾ വലിയ ബോട്ടിൽ എന്ന് വിചാരിക്കും, പക്ഷെ നമുക്ക് ഇതിനകത്തുള്ള പ്രോഡക്റ്റ് ഇരിക്കുന്നത് വളരെ ചുരുങ്ങിയ അളവിലാണ് കേട്ടോ. ഇതിനകത്തുള്ള കണ്ടോ ഇത്ര മാത്രം പ്രോഡക്റ്റ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുള്ളൂ. നല്ല ഭയങ്കര കാശുമാണ് കേട്ടോ. ഇതിനൊരു സാധനം പറയുമ്പോഴത്തേക്ക് അതിനെക്കാട്ടും നല്ലത് മിനിമൽസിൻ്റെ ഹൈലറോണിക് സിറം, ഓർഡിനറിയുടെ സിറം അതൊക്കെ വാങ്ങിക്കുന്നതായിരിക്കും. വെറുതെയാണ് കേട്ടോ. ഇത് റിവൈറ്റൽ ലിഫ്റ്റ് ഹൈലറോണിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. 1.5% ഹൈലറോണിക് സിറം എന്നൊക്കെ ഭയങ്കര ഹൈപ്പുള്ളതാണ്. പെട്ടെന്ന് തീർന്നു പോവുകയും ചെയ്യും കേട്ടോ. ഇത് നമ്മൾ ഇത്രയും കാശ് മുടക്കി വാങ്ങിച്ചിട്ട് വലുതായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പറ്റത്തില്ല. ഇത് പൊട്ട സാധനമാണ്. നിങ്ങളിത് കാശ് മുടക്കി വെറുതെ വാങ്ങിക്കരുത്. പന്നസാധനം കേട്ടോ. പന്നസാധനം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കൊടുക്കുന്ന കാശ് നമുക്ക് ആ ഒരു നമുക്ക് റിസൾട്ട് കിട്ടുന്നതിന് മുമ്പ് സാധനം അങ്ങ് തീർന്നു പോവുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തീർന്നു പോവും, വെറുതെ കാശാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാശിന് തന്നെ നമുക്ക് ഒരുപാട് നല്ല സിറംസ് കിട്ടും കേട്ടോ. നല്ല ബ്രാൻഡിൻ്റെ തന്നെ ഒരുപാട് സിറംസ് കിട്ടും. ഇത് വെറും പൊട്ട സാധനമാണ് കേട്ടോ. അത് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ റീസെൻ്റായിട്ട് യൂസ് ചെയ്യുന്ന സിറംസ്. ഞാൻ വാങ്ങിക്കരുത് എന്ന് പറയുന്ന സിറംസ്, വെറുതെ കാശ് കളയരുത് എന്ന് പറഞ്ഞ സിറംസും കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. നമുക്ക് റെറ്റിനോൾ കുറച്ച് സിറംസ് ഒക്കെ നമ്മുടെ സ്കിന്നിന് നല്ല ബ്രൈറ്റ് ആക്കും, നല്ല രീതിയിൽ പിഗ്മെന്റേഷൻ ബ്രൈറ്റ് കാര്യങ്ങളൊക്കെ റിമൂവ് ആക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. വന്നിട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ മറ്റു വീണ്ടും കാണാം. ബൈ.